അങ്ങനെ വിവരം വെച്ചു വരുന്നുണ്ട്. 23-ന് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തിനു മുമ്പായിട്ട് നമ്മൾ വലിയ ആകാംക്ഷ ആരും പ്രകടിപ്പിക്കണ്ട. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസം സർക്കാരിനെതിരായിട്ടുള്ള അധ്യാപകരുടെ ഇവിടെ ഉയർത്തിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉച്ചക്കഞ്ഞി കൊടുത്ത അധ്യാപകർക്ക് കാശ് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇപ്പോഴിനി നേരത്തെ പെൻഷൻകാരാണ് പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നെങ്കിൽ ഇപ്പൊ അധ്യാപകര് ആ അവസ്ഥയിലേക്ക് തള്ളുകൂടിയാണ് അവര്. അതുപോലെ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞു പെൻഷൻ കൊടുക്കുന്നു. ഇലക്ഷൻ മുമ്പ് പറഞ്ഞതാ. ഇതുവരെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലല്ലോ, പെൻഷൻ കൊടുത്തിട്ടില്ലല്ലോ. ഇലക്ഷൻ മുമ്പ് ഒരു പ്രസ്താവന നടത്തിയ ധനകാര്യമന്ത്രി. എന്തിനാണ് തിരക്ക് പിടിച്ച പ്രസ്താവന? കൊടുക്കല്ലേ വേണം, കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇന്നത്തെ നിലയിൽ ആന കയറിയ കരിമ്പുന്തോട്ടമാക്കി മാറ്റിയ കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തിന് നിലമ്പൂരുകാർ തയ്യാറായി. വോട്ട് പെട്ടിയിലാണ്. 23-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. UDF തന്നെ വിജയിക്കും, വൻ ഭൂരിപക്ഷം വിജയിക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങൾ പറഞ്ഞ പാലക്കാട് ഞങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിലുണ്ട്. പുതുപ്പള്ളിയിലും ഇതേ അവകാശവാദങ്ങൾ ഉന്നയിച്ചവരാണ്. മറുപക്ഷം നമ്മൾ തൃക്കാക്കരയിലും കണ്ടു. അതുകൊണ്ട് തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ആവർത്തിക്കും. ഇവിടെ ആര്യാടൻ ഷൌക്കത്ത് 10,000ങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരും. ഞാൻ ജയിച്ചില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചോട്ടെ എന്ന് PV അൻവർ പറയുമ്പോൾ PV അൻവറിന് ഇപ്പോഴും UDFിലേക്ക് വരാനുള്ള ഒരു താല്പര്യമല്ലേ? ഞാനിപ്പോ അത് കമന്റ് ചെയ്യുന്നില്ല. ഇലക്ഷൻ കഴിയട്ടെ. അപ്പൊ ആ താല്പര്യം കുറെ കൂടി ശക്തിപ്പെടും. ഇലക്ഷൻ കഴിയുമ്പോ ആ താല്പര്യം കുറെ കൂടി ശക്തിപ്പെടും. അതായത് റിസൾട്ട് വരുമ്പോ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ശേഷം. അത് നമുക്ക് ആലോചിക്കാം. അതാണ് നമ്മൾ പാലക്കാട് കണ്ടില്ല. അതന്നെ ആവർത്തിക്കും. താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ മാത്രമായിട്ടല്ല, നമുക്ക് ആലോചിക്കാം. ഈ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇഷ്ടക്കാരെ ഇഷ്ടംപോലെ തിരികെ കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പകുതിക്ക് വെച്ച് അവരെ രാജിവെപ്പിച്ച് വീണ്ടും അടുത്ത സെറ്റ് ആളുകളെ അപ്പൊ എല്ലാവർക്കും പെൻഷൻ ഉറപ്പാക്കാനുള്ള സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് കോൺഗ്രസ് എന്താണ് നിലപാട്? അതിന് ജനവിരുദ്ധ നയമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഗോവിന്ദ മാഷ മറുപടി തൃപ്തികരമല്ല. അത് ഗവൺമെന്റ് അക്കാര്യത്തിൽ ഉത്തരവാദി തന്നെയാണ്. അത് സർക്കാരിന്റെ പണം, ജനങ്ങളുടെ നികുതി പണം പാർട്ടി പ്രവർത്തകർക്ക് അനർഹമായിട്ട് വീതിച്ചു നൽകുന്നതിനുള്ള, പെൻഷനും ശമ്പളവുമായിട്ട് വീതിച്ചു നൽകുന്നതിനുള്ള ഒരു തെറ്റായ നിലപാടാണ്. അത് ഗവൺമെന്റ് തിരുത്തണം. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിനുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കും. 27-ന് ആദ്യ രാഷ്ട്രീയകാര്യ പ്രധാന ചർച്ചയാവും. എല്ലാം ചർച്ച ചെയ്യും. രാഷ്ട്രീയ കാര്യങ്ങൾ, കോൺഗ്രസിന്റെ ശാക്തീകരണം, ഇതെല്ലാം ചർച്ച ചെയ്യും.